നമസ്കാരം. കൊല്ലം ജില്ലയിൽ ലഹരിമരുന്ന് സംഘങ്ങൾക്കെതിരെ എക്സൈസ് വകുപ്പ് അതിശക്തമായി നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തണ്ടർ പട്രോളിംഗിന്റെ ഭാഗമായി നടത്തിയ മിന്നൽ പരിശോധനയിൽ മാരക ലഹരിമരുന്നുമായി യുവാവ് അറസ്റ്റിലായ സംഭവം നാടിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൊല്ലം കൊറ്റങ്കര മാമൂട് അനസ് മൻസിലിൽ ആഷിഖ് എന്ന് വിളിക്കുന്ന തൽഹത്ത് ആണ് ഇപ്പോൾ എക്സൈസ് സംഘത്തിന്റെ വലയിലായിരിക്കുന്നത്. ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് ഹോട്ടൽ മുറിയിൽ കേന്ദ്രീകരിച്ച് രഹസ്യമായി ലഹരിമരുന്ന് വിൽപ്പന നടത്തിവരുന്ന വൻകിട ശൃംഖലയിൽ ഒരു പ്രധാന കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കൊല്ലം കരിക്കോടുള്ള പ്രമുഖ ഹോട്ടൽ മുറിയിൽ രഹസ്യമായി തങ്ങി ലഹരിമരുന്ന് ഇടപാടുകൾ നടത്തി എന്ന കൃത്യമായ രഹസ്യ വിവരണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ ഈ നിർണായകമായ നീക്കം. കൊല്ലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക എക്സൈസ് സംഘമാണ് പ്രതിയെ അതിവിദഗ്ധമായി പിടികൂടിയത്. പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും 3.058 ഗ്രാം മാരകശേഷിയുള്ള മെത്താഫെറ്റാമിൻ കണ്ടെടുത്തു. കൊല്ലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യുവാക്കൾക്കിടയിലേക്ക് വിനാശകരമായ ലഹരി എത്തിച്ചു നൽകിയിരുന്ന പ്രധാനിയായിരുന്നു ഇയാൾ. യുവത്വത്തിന്റെ രക്തമൂറ്റി കുടിക്കുന്ന ലഹരി മാഫിയകളുടെ പ്രവർത്തന രീതികൾ എത്രത്തോളം അപകടകരമാണെന്ന് വ്യക്തമാക്കുന്നതാണ് കരിക്കോട്ടെ ഹോട്ടൽ മുറിയിൽ നടന്ന സംഭവങ്ങൾ. ആഷിഖ് അഥവാ തൽഹത്ത് എന്ന 25-കാരൻ ഈ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത് ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമായിരുന്നു. നാടിന്റെ ഭാവി തലമുറയെ ലഹരിയുടെ അഗാധമായ കയത്തിലേക്ക് തള്ളിയിടുക എന്ന വിനാശകരമായ ലക്ഷ്യം. ആരുടെയും കണ്ണിൽ പെടാതെ സുരക്ഷിതമായി ഇരുന്ന് ഇടപാടുകൾ നടത്താമെന്ന വ്യാമോഹമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേരുറപ്പിച്ചിരിക്കുന്ന ലഹരി ശൃംഖലകളെ വേരോടെ പിഴുതെറിയാൻ എക്സൈസ് വകുപ്പും സർക്കാരും നടത്തുന്ന നിതാന്തമായ ജാഗ്രത ഈ കൊടും ചതിയന്റെ പദ്ധതികളെല്ലാം തകിടം മറിക്കുകയായിരുന്നു. ഹോട്ടലിൽ വന്നു പോകുന്നവരുടെ പെരുമാറ്റത്തിലും സന്ദർശകരുടെ ആധിക്യത്തിലും സംശയം തോന്നിയ ചിലർ വിവരം കൃത്യസമയത്ത് ബന്ധപ്പെട്ടവരെ അറിയിച്ചതോടെയാണ് കള്ളക്കളി പുറത്തായത്. ആരോ കൃത്യസമയത്ത് വിവരം ചോർത്തി നൽകിയതോടെ എക്സൈസിന്റെ വരവ് പെട്ടെന്നായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ പ്രതിക്ക് ഒളിച്ചോടാൻ പോലും അവസരം ലഭിച്ചില്ല. ഹോട്ടൽ മുറിയിലെ പരിശോധനയിൽ നിന്ന് പുറത്തുവരുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്ന് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് നിയമത്തിന്റെ മുൻപിൽ മാപ്പില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ റെയ്ഡ്. കേരളത്തിൽ ലഹരി മാഫിയകൾക്കെതിരെ എക്സൈസ് വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തണ്ടർ പെട്രോളിംഗ് ഇന്ന് കുറ്റവാളികളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനും യുവജനങ്ങളെ വഴിതെറ്റിക്കാനും ശ്രമിക്കുന്ന ഏത് വലിയ ശക്തിയായാലും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനത്തിന്റെ സാക്ഷാത്കാരമാണ് കൊല്ലം റേഞ്ച് എക്സൈസിന്റെ ഈ നടപടി. കരിക്കോട്ടെ ആ പ്രമുഖ ഹോട്ടൽ മുറിയിൽ രഹസ്യമായി ലഹരി വിൽപ്പന നടക്കുന്നുവെന്ന വിവരം ലഭിച്ച ഉടൻ തന്നെ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം യാതൊരുവിധ അമാന്തവും കൂടാതെ രംഗത്തിറങ്ങുകയായിരുന്നു. ഇത്തരം സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നത് പൊതുജനങ്ങളുടെയും സമൂഹത്തിന്റെയും ഒട്ടാകെയുള്ള നിരന്തരമായ ആവശ്യം കൂടിയാണ്. നാടിന്റെ സുരക്ഷയെയും ക്രമസമാധാനത്തെയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ മിന്നൽ പരിശോധന. ലഹരി മാഫിയകളുടെ വേരുകൾ സമൂഹത്തിന്റെ അടിത്തട്ടിൽ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സമാനതകളില്ലാത്ത പരിശോധനകളാണ് വകുപ്പ് നടത്തിവരുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നതിലുപരി വലിയൊരു ശൃംഖലയുടെ ഭാഗമാണ് ഈ അറസ്റ്റ് എന്ന് വ്യക്തമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കച്ചവടം നടത്തുന്ന ഇത്തരം കുറ്റവാളികൾക്ക് സമൂഹം മാപ്പ് നൽകാൻ തയ്യാറല്ല. എക്സൈസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു അതിവേഗ നടപടി ലഹരി വിൽപ്പന നടത്തുന്ന മറ്റു മാഫിയകൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പായി മാറിക്കഴിഞ്ഞു. ഇന്ന് കേരളത്തിലെ യുവതലമുറയെ ഏറ്റവും കൂടുതൽ കാർന്നു തിന്നുന്ന മാരകമായ സിന്തറ്റിക് ലഹരി മരുന്നുകളിൽ ഒന്നാണ് മെത്താഫെറ്റാമിൻ. കരിക്കോട്ടെ ഹോട്ടൽ മുറിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ പക്കൽ നിന്ന് 3.058 ഗ്രാം മാരകശേഷിയുള്ള ഈ ലഹരി മരുന്ന് കണ്ടെടുത്തത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ചെറിയ അളവിലാണെങ്കിൽ പോലും ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി തകർത്തെറിയാൻ ശേഷിയുള്ളതാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ്. ഇതിന്റെ ഉപയോഗം മനുഷ്യന്റെ നാഡീവ്യവസ്ഥയെ താറുമാറാക്കുകയും അക്രമവാസന വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ചെറുപ്പക്കാരെയും കോളേജ് വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ നഗരത്തിലേക്ക് എത്തിക്കുന്നത്. പണത്തിനു വേണ്ടിയോ ആഡംബര ജീവിതത്തിനു വേണ്ടിയോ സ്വന്തം സഹജീവികളുടെ ഭാവി അന്ധകാരത്തിലേക്ക് തള്ളിയിടാൻ മടിക്കാത്ത ക്രിമിനൽ മനസ്സുകളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. പിടികൂടിയ തൽഹത്ത് എന്ന ആഷിഖ് കൊല്ലം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ലഹരി മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന പ്രധാന കണ്ണിയാണെന്നാണ് എക്സൈസിന്റെ പ്രാഥമിക നിഗമനം. ഇത്രയും വലിയ അളവിലുള്ള സിന്തറ്റിക് ലഹരി മരുന്ന് ഇയാൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന ചോദ്യം വളരെയധികം പ്രസക്തമാണ്.
ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടത് നാടിന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതവുമാണ്. ലഹരി മാഫിയയുടെ സാമ്പത്തിക സ്രോതസ്സുകളും അന്തർജില്ലാ അന്തർസംസ്ഥാന ബന്ധങ്ങളും കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം തന്നെ ആവശ്യമാണ്. കൊല്ലം നഗരത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു ലഹരി മാഫിയ ശൃംഖലയുടെ ചെറിയൊരു തുമ്പ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പിടിയിലായ തൽഹത്തിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും ഇതിന്റെ വിതരണ ശൃംഖലയിൽ ഉൾപ്പെട്ട മറ്റ് പ്രമുഖരെക്കുറിച്ചുമുള്ള സുപ്രധാന വിവരങ്ങളാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഇതിനെ കാണാൻ കഴിയില്ല. എന്നാൽ ഇതിനെല്ലാം അപ്പുറം സമൂഹത്തിൽ ബോധപൂർവം ചില അജണ്ടകൾ നടപ്പിലാക്കാനാണോ ലഹരി വ്യാപാരങ്ങൾ ഇത്തരത്തിൽ മറയാക്കുന്നതെന്ന ഗൗരവമായ സംശയവും ജനങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട്. മതത്തിന്റെയും തീവ്രവാദ ചിന്തകളുടെയും മറവിൽ യുവതലമുറയെ ലക്ഷ്യമിട്ട് ഇത്തരം വിപത്തുകൾ വിതയ്ക്കുന്നുണ്ടോ എന്ന ആഴത്തിലുള്ള അന്വേഷണം ഇത്തരത്തിലുള്ള കേസുകളിൽ അനിവാര്യമാണെന്നത് പൊതുവെയുള്ള അഭിപ്രായമാണ്. സ്കൂൾ കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും ആളൊഴിഞ്ഞ ഇടങ്ങളിലും ഹോട്ടൽ മുറികൾ കേന്ദ്രീകരിച്ചും ലഹരി വിൽപ്പന വ്യാപകമായി നടക്കുമ്പോൾ ഇതിനു പിന്നിൽ പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യങ്ങളുണ്ടോ എന്നതും അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും വഴിതെറ്റിക്കുന്ന ഇത്തരം മാഫിയകളുടെ യഥാർത്ഥ ലക്ഷ്യം നാടിന്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കുക എന്നത് കൂടിയാണോ എന്ന ചോദ്യത്തിന് വരും നാളുകളിൽ ഉത്തരം കണ്ടെത്തും. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അത് സമയബന്ധിതമായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പൊതുജനങ്ങൾ കാണിക്കുന്ന ധൈര്യവും ജാഗ്രതയുമാണ് ഇത്തരം പ്രതികളെ കൂടുതൽ കുടുക്കാനായി സഹായിക്കുന്നത്. കരിക്കോട്ടെ ഹോട്ടൽ മുറിയിൽ ആഷിഖ് എന്ന തൽഹത്ത് ലഹരി വിൽപ്പനയുമായി കഴിഞ്ഞിരുന്ന വിവരം കൃത്യസമയത്ത് എക്സൈസ് അധികാരികൾക്ക് ചോർന്നു കിട്ടിയത് ഈ ഒരു ജാഗ്രതയുടെ ഭാഗമായാണ്. ആരാണ് വിവരം നൽകിയതെന്ന് വ്യക്തമല്ലെങ്കിലും ആ ഒരു കള്ളത്തരം ആരോ കൃത്യസമയത്ത് കണ്ടുപിടിച്ചതോടെയാണ്, അത് തുറന്നു പറഞ്ഞതോടെയാണ് എക്സൈസിന്റെ വരവുണ്ടായത്. ഇത്തരം കാര്യങ്ങളിൽ സമൂഹം പുലർത്തുന്ന നിരീക്ഷണം വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സഹായിക്കും. സ്വന്തം മക്കളുടെ ഭാവി ഓർത്ത് ഭയപ്പെടേണ്ടി വരുന്ന മാതാപിതാക്കളുടെ കണ്ണീരിന് വില കൽപ്പിച്ചുകൊണ്ട് ലഹരി വിൽപ്പനക്കാരെ കുറിച്ച് വിവരം നൽകാൻ ആളുകൾ തയ്യാറാകണം. എക്സൈസും പോലീസും എത്രയൊക്കെ പെട്രോളിംഗ് നടത്തിയാലും ജനങ്ങളുടെ പിന്തുണയും സഹകരണവും ഇല്ലാതെ ഇത്തരം മാഫിയകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഒളിച്ചുകടത്തലുകളും രഹസ്യ ഇടപാടുകളും നടത്തുന്നവർക്ക് കേരളത്തിന്റെ മണ്ണിൽ സ്വൈരവിഹാരം നടത്താൻ കഴിയില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം. വിവരം ലഭിച്ച ഉടൻ തന്നെ ഒരു നിമിഷം പോലും വൈകാതെ തന്ത്രപരമായ നീക്കത്തിലൂടെ പ്രതിയെ വളഞ്ഞുപിടിക്കാൻ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിനും സംഘത്തിനും സാധിച്ചത് അഭിനന്ദാർഹമാണ്. ഇത്തരം ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥതയാണ് നാടിന്റെ യഥാർത്ഥ കാവൽ. പിടിയിലായ പ്രതി തൽഹത്തിനെതിരെ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും കർശനമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷം പ്രതിയെ കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. കൊല്ലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിനൊപ്പം പ്രിവന്റീവ് ഓഫീസർമാരായ ദിലീപ് കുമാർ, ഷെരീഫ്, ബി അഖിൽ, VS സിവിൽ എക്സൈസ് ഓഫീസർമാരായ സൂരജ്, സാലിം, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷിജ കുമാരി, ഡ്രൈവർ സന്തോഷ് എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് ഈ റെയ്ഡിൽ പങ്കെടുത്തത്. സ്വന്തം ജീവന്റെ സുരക്ഷ പോലും നോക്കാതെ മാരകായുധങ്ങളോ ലഹരി സംഘങ്ങളോ ആക്രമണങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം സ്ഥലങ്ങളിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെന്ന ഈ ഉദ്യോഗസ്ഥരുടെ സേവനം അഭിനന്ദാർഹമാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നാടിന്റെ സുരക്ഷയ്ക്കായി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥരാണ് നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷാ കവചം. വനിതാ ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം റെയ്ഡിന്റെ കൃത്യത വർദ്ധിപ്പിച്ചു. ഡ്രൈവർ സന്തോഷിന്റെ കൃത്യസമയത്തുള്ള ഇടപെടലുകളും പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത തരത്തിലുള്ള വാഹന വ്യൂഹ നിയന്ത്രണവും എടുത്തു പറയേണ്ടതാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും മാത്രമേ ഇത്തരം വലിയ ഓപ്പറേഷനുകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കൂ എന്ന് ഈ സംഘം തെളിയിച്ചിരിക്കുന്നു. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്തുകളിലൊന്നാണ് ലഹരി മാഫിയയുടെ വളർച്ച. വിദ്യാലയങ്ങളും കലാലയങ്ങളും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സംഘങ്ങൾ നമ്മുടെ മക്കളെയാണ് പതുക്കെ പതുക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ലഹരി മാഫിയയുടെ മറവിൽ ലവ് ജിഹാദ്, മതപരമായ അജണ്ടകൾ നടപ്പിലാക്കൽ തുടങ്ങിയവയും ഈ സംഘം പദ്ധതിയിടാറുണ്ട്. പണത്തിന് ആർത്തിമൂത്ത് സ്വന്തം നാടിന്റെയും തലമുറയുടെയും ഭാവി ചവിട്ടി അരയ്ക്കാൻ ശ്രമിക്കുന്ന ആഷിഖ്മാരെ പോലുള്ള നിരവധി പേർക്ക് പിന്നിൽ വലിയൊരു സാമ്പത്തിക സാമ്രാജ്യവുമുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ആഡംബര ജീവിതം നയിക്കാനും എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുമുള്ള വഴിയായി ലഹരി വിൽപ്പനയെ കാണുന്ന പുതിയ തലമുറയുടെ പ്രവണത വളരെ ഭയപ്പെടുത്തുന്നതാണ്. മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാവാതെ വഴിതെറ്റി സഞ്ചരിക്കുന്ന കുട്ടികൾ ഒടുവിൽ എത്തിച്ചേരുന്നത് ക്രൂരമായ ക്രിമിനൽ ലോകത്തായിരിക്കും. കേരളത്തിൽ ലഹരിക്ക് സ്ഥാനമില്ല. ഈ മിന്നൽ വേട്ട വിജയിപ്പിച്ച എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിനെയും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും നമുക്ക് അഭിനന്ദിക്കാം. നാടിന്റെ സമാധാനത്തിനായി ഇനിയും ഇത്തരം ശക്തമായ നടപടികൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.